കഥയെ ആരംഭിക്കുന്നത് ഡയാൻ എന്ന പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വളരെ സുന്ദരിയായ അത്യാവശ്യം പൊക്കമൊക്കെയുള്ള ഒരു യുവതി. ഡയാൻ ഒരു മോശം റിലേഷൻഷിപ്പിലായിരുന്നു. ഒടുവില് അവൾ ഡിവോഴ്സ്ഡ് ആയി. ഭർത്താവിനൊപ്പം ഒരു ലോ ഫേം അവൾ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും സമാധാനപൂർണമായിട്ടായിരുന്നു അവർ ഡിവോഴ്സ് ആയത്. അതുകൊണ്ട് ഇപ്പോഴും അവർ ബിസിനസ് പാർട്ട്നേഴ്സായി തുടരുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് ഡയാന് തന്റെ ഫോൺ നഷ്ടപ്പെടുന്നത്. ഡയാൻ വല്ലാതെ ആശങ്കയിലായിരുന്നു. പക്ഷേ ഒരാൾ കുറെ കഴിഞ്ഞപ്പോൾ ഡയാനെ വിളിച്ചു ഫോൺ കിട്ടിയിട്ടുണ്ടെന്ന് അറിയിച്ചു. ഇതിനിടയിൽ കുറെ വട്ടം നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് വിളിച്ചിരുന്നുവെന്നും കുറെ മെസ്സേജ് അയച്ചിരുന്നു. അയാൾ ഒരു പ്രശ്നക്കാരനാണോ എന്ന മട്ടിൽ ഫോൺ കിട്ടിയ വ്യക്തി ചോദിക്കുന്നുണ്ട്. ഡയാൻ അയാളോട് പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമല്ല, എക്സ് ഹസ്ബൻഡ് പ്രശ്നക്കാരനൊന്നുമല്ല. ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ട് 3 കൊല്ലത്തോളമായി. ഞങ്ങളിപ്പോഴും ഒന്നിച്ചൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനോ ബിസിനസിന്റെ കാര്യത്തിനോ മറ്റോ ആയിരിക്കും അദ്ദേഹം വിളിച്ചിട്ടുണ്ടാവുക. അത് കേട്ടതും ഫോൺ വിളിച്ച വ്യക്തിക്ക് വല്ലാതെ കൗതുകമായി. ഡയാനെ പോലെ ഡിവോഴ്സിന് ശേഷവും മുൻ ഭർത്താവുമായി ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന സ്ത്രീകൾ വളരെ വിരളമാണ്. ഡയാനെ നേരിട്ട് മീറ്റ് ചെയ്ത് ഫോൺ തരണം എന്നൊരാഗ്രഹം അയാൾ പങ്കുവച്ചു. ഡയാൻ ആദ്യമൊന്നും അതിൽ താല്പര്യം തോന്നിയില്ല. പക്ഷെ അയാൾ വീണ്ടും വീണ്ടും അക്കാര്യം ആവശ്യപ്പെട്ടപ്പോ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഡയാൻ അതിന് ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം പറഞ്ഞ പോലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അവർ കണ്ടുമുട്ടി. ഫോൺ തരാമെന്ന വ്യക്തിയെ കണ്ട് ഡയാൻ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ആളൊരു മധ്യവയസ്കനാണ്. പക്ഷേ ഡയാനെ അത്ഭുതപ്പെടുത്തിയത് അയാളുടെ പൊക്കമായിരുന്നു. 4.5 അടി പൊക്കമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ പേര് അലക്സാണ്ടർ എന്നായിരുന്നു. അലക്സാണ്ടറിന് പോളിയോ ബാധിച്ചോ മറ്റോ ഒന്നും പൊക്കം കുറഞ്ഞുപോയതല്ല. വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ ജനറ്റിക്കൽ കാര്യങ്ങൾ കൊണ്ടാകണം അങ്ങനെ പൊക്കം സംഭവിച്ചത്. 4.5 അടിക്ക് മുകളിലേക്ക് അദ്ദേഹം വളർന്നതേയില്ല. ഡയാന്റെ ഭാവവും മറ്റും കണ്ട് അലക്സാണ്ടർ ഒന്നും തന്നെ പറഞ്ഞില്ല. അത്തരത്തിലുള്ള സർപ്രൈസ്ഡ് മുഖവും കാര്യങ്ങളുമൊക്കെ അലക്സാണ്ടറിന് ശീലമായി കഴിഞ്ഞിരുന്നു. എന്തിനേറെ പറയുന്നു, തന്റെ പൊക്കക്കുറവിനെ പറ്റി അലക്സാണ്ടർ തമാശകൾ വരെ പറഞ്ഞു. ഡയാന് അത് കുറച്ച് ആശ്വാസവും ജാള്യതയിൽ നിന്ന് ഒരു മോചനവും കൊടുത്തിരുന്നു. അലക്സാണ്ടർ ഡയാനോട് ഉച്ച കഴിഞ്ഞെന്താ പരിപാടി, ഫ്രീ ആണോ എന്ന് തിരക്കി. ഫ്രീ ആണ്, മറ്റു പരിപാടികൾ ഒന്നുമില്ല എന്നായിരുന്നു ഡയാന്റെ മറുപടി. ഉടൻ അലക്സാണ്ടർ പറഞ്ഞു, എങ്കിൽ നമുക്ക് ഒരു ഡേറ്റിന് പോയാലോ? ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ലാത്ത തരം ഒരു ഡേറ്റിംഗ് അനുഭൂതി ഞാൻ നിങ്ങൾക്ക് തരാം. അലക്സാണ്ടറിന്റെ പെട്ടെന്നുള്ള നേരെയുള്ള ആ പറച്ചിൽ ഡയാനെ കുറച്ച് വല്ലായ്മയിലാഴ്ത്തിയിരുന്നു. ഡയാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അലക്സാണ്ടർ ഫോൺ എടുത്ത് ഒരു പ്രൈവറ്റ് വിമാനം ബുക്ക് ചെയ്തു. അത് കേട്ടതും ഡയാൻ എന്ന അത്ഭുതത്തോടെ അലക്സാണ്ടറെ നോക്കി. അലക്സാണ്ടർ അത്രമേൽ സമ്പന്നനായ ഒരു വ്യക്തിയാണ് എന്ന് ഡയാൻ ഒട്ടും ചിന്തിച്ചിരുന്നതേയില്ല. ആ പൊക്കക്കുറവിലും അയാൾക്ക് വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെയുണ്ട്. ഡയാൻ എന്തായാലും അലക്സാണ്ടറിന്റെ ഒപ്പം ഡേറ്റിന് പോവാൻ തീരുമാനിച്ചു. അങ്ങനെ അലക്സാണ്ടർ ബുക്ക് ചെയ്ത വിമാനത്തിലേക്കും അവർ കയറി. പക്ഷെ അവിടെ എത്തിയപ്പോ അലക്സാണ്ടർ തന്നെ ഒരു സ്കൈ ഡൈവിംഗിനാണ് കൊണ്ടുപോകുന്നത് എന്ന് ഡയാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വിമാനമുയർന്ന് 10,000 അടിക്ക് മുകളിലെത്തി. അലക്സാണ്ടർ അപ്പോഴാണ് ഡയാനുമായി സ്കൈ ഡൈവിംഗ് നടത്താൻ പോകുന്ന കാര്യം ഡയാനോട് പറയുന്നത്. ഡയാൻ അല്പം ഭയന്നിരുന്നു. പൊക്കം തന്നെ ഡയാന് കുറച്ച് പേടിയാണ്. അക്കാര്യമൊക്കെ ഡയാൻ പറഞ്ഞപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നും താനിതിനു മുമ്പ് ഒരു വട്ടം സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുള്ളതാണെന്നും ഡയാനുമായും ഇത്തവണ നടത്താമെന്നും അലക്സാണ്ടർ പറഞ്ഞു. ആകെ ഒരു തവണയെ ഇതിനു മുമ്പ് അലക്സാണ്ടർ സ്കൈ ഡൈവിംഗ് നടത്തിയിട്ടുള്ളൂ. അതുകൂടി കേട്ടതോടെ ഡയാന്റെ ഭയം വർദ്ധിച്ചു. താഴ്ച കണ്ടതും ഡയാൻ കൂടുതലായി ഭയന്നോരോന്ന് പറയുകയും വേണ്ടെന്ന് പറഞ്ഞ് അലക്സാണ്ടറിനോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അലക്സാണ്ടർ ഒട്ടും മടിച്ചില്ല. ഡയാനുമായി വിമാനത്തിൽ നിന്ന് എടുത്തു ചാടി. സ്കൈ ഡൈവിംഗ് ഏറെ ഭംഗിയായി നടന്നു. വളരെ സേഫായി അവർ ലാൻഡ് ചെയ്തു. ഡയാന് അത് വളരെ പുതിയൊരു അനുഭവമായിരുന്നു. നിർബന്ധിച്ചിട്ടാണെങ്കിലും അലക്സാണ്ടർ അത് ചെയ്യിപ്പിച്ചല്ലോ. ഡയാന് സന്തോഷം തോന്നി. തന്റെ എക്സൈറ്റ്മെന്റും ആ മൊമെന്റിലെ സന്തോഷവുമൊക്കെ വാതോരാതെ ഡയാൻ അലക്സാണ്ടറിനോട് പറഞ്ഞു. അലക്സാണ്ടർ പറഞ്ഞ പോലെ ഒരിക്കലും ഉച്ചതിരിഞ്ഞുള്ള ആ ഡേറ്റ് ഡയാൻ തന്റെ ജീവിതത്തിൽ മറക്കില്ലായിരുന്നു. അലക്സാണ്ടറെ പറ്റിയുള്ള ഡയാന്റെ മൈൻഡ് സെറ്റ് തന്നെ മാറി. അലക്സാണ്ടറിൽ അവൾ ഇംപ്രസ്ഡ് ആയി. വളരെ തമാശപ്രിയനായ ചാമിങ് ആയ അലക്സാണ്ടറെ പറ്റിയായി ഡയാന്റെ പിന്നീടുള്ള ചിന്തകൾ മുഴുവൻ. അലക്സാണ്ടറെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെയും ഡയാൻ അറിയാതെ ഡയാനിൽ ഒരു ചിരി പിറന്നു. പ്രണയത്തിന്റെ വിത്ത് അവളുടെ മനസ്സിലേക്ക് പാകപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ഡയാൻ തന്നെ അലക്സാണ്ടറിനെ വിളിച്ചു. അവർ ഒന്നിച്ച് കുറച്ചധികം നേരം സംസാരിച്ചു. അത്തവണ അലക്സാണ്ടർ ഡയാനെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അവിടെ റെഗുലർ കസ്റ്റമേഴ്സിന് മാത്രമേ പ്രവേശനമുള്ളൂ. അങ്ങനെ ആ സ്പെഷ്യൽ റെസ്റ്റോറന്റിൽ അലക്സാണ്ടറും ഡയാനും എത്തി. ടേബിളിലിരുന്ന്
സംസാരിക്കുമ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, ഈ റെസ്റ്റോറന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഷെഫുമാരൊക്കെ പണ്ട് ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. ലോകത്തിലുള്ള എല്ലാവിധ രുചികളും ഉണ്ടാക്കാൻ, എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ ഇവർക്കറിയാം. അതുകൊണ്ട് ലോകത്തിലെ ഏതു ഭാഗത്തെ രുചി ആസ്വദിക്കണമെങ്കിലും ഇവിടെ വന്നാൽ മാത്രം മതി. പിന്നാലെ അലക്സാണ്ടർ ഓരോ തമാശകൾ ഡയാനോട് പറയുന്നുണ്ടായിരുന്നു. ഡയാനാണെങ്കിൽ തമാശകൾ പറയാൻ മടിച്ചിരിക്കുകയാണ്. ഡയാന്റെ തമാശകൾ കേട്ട് അന്നേ വരേക്കും അധികമാരുമൊന്നും ചിരിച്ചിട്ടില്ല. ഡയാൻ മടിയോടെ അത് പറഞ്ഞു. അതിനെന്താ, നിനക്കെന്തു പറയണോ അതങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞോ എന്നായിരുന്നു അലക്സാണ്ടറുടെ മറുപടി. ഡയാൻ അതോടെ മനസ്സു തുറന്ന് സംസാരിച്ചു. ഡയാൻ പറയുന്ന തമാശകൾ അലക്സാണ്ടറിൽ ചിരി വരുത്തുന്നുണ്ടായിരുന്നു. അലക്സാണ്ടർ പറയുന്ന തമാശകളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഡയാൻ കുറേയധികം ചിരിച്ചു. ഇരുവരും സോൾമേറ്റ്സ് പോലായിരുന്നു. പരസ്പരം എന്തോ ഒരു കണക്ഷൻ അവർക്കിടയിൽ നിലകൊള്ളുന്ന പോലെ. അന്ന് തിരികെ അവിടെ നിന്ന് പോരുമ്പോൾ അവർക്കിടയിൽ അവരുടെ ആദ്യത്തെ ചുംബനം സംഭവിച്ചു. പ്രണയം അവർക്കിടയിലേക്ക് പെയ്തിറങ്ങാൻ ആരംഭിച്ചിരുന്നു. അടുത്ത ദിവസം അവർ വീണ്ടും ഒരു ഡേറ്റിന് പോയി. ഒന്നിച്ച് ഡാൻസ് ചെയ്തു. തിരികെ പോരുന്ന വഴിയിൽ രണ്ട് വഴിയിലേക്ക് തിരിയുന്നെടുത്ത് വെച്ച് അലക്സാണ്ടർ ഡയാനോട് പറഞ്ഞു, കാർ എങ്ങോട്ടേക്കാണോ തിരിയുന്നത് അങ്ങോട്ടേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. വലത്തേക്ക് കാർ തിരിഞ്ഞാൽ ഡയാന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് താനാക്കും. അഥവാ ഇടത്തേക്കാണ് തിരിയുന്നതെങ്കിൽ അയാൾ അവളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സ്റ്റിയറിംഗിൽ തൊടാതെ അലക്സാണ്ടർ ആക്സിലേറ്ററിൽ കാലമർത്തി. അന്ന് അവളുമായി അലക്സാണ്ടർ നേരെ പോയത് തന്റെ വീട്ടിലേക്കായിരുന്നു. അവരങ്ങനെ അലക്സാണ്ടറിന്റെ മുറിയിലെത്തിച്ചേർന്നു. ഇരുവരും ഒന്നാവാനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നു. അലക്സാണ്ടർ അവളെ ചുംബിച്ചുകൊണ്ടിരിക്കെ തന്നെ കെട്ടിപ്പിടിച്ചുള്ള അലക്സാണ്ടറുടെ രൂപം ഡയാൻ മിററിൽ കണ്ടു. തങ്ങൾ തമ്മിലുള്ള പൊക്ക വ്യത്യാസവും മറ്റും അവൾക്ക് കൺമുമ്പിൽ കാണാമായിരുന്നു. ഡയാന്റെ മനസ്സിൽ പെട്ടെന്ന് പഴയ ചോദ്യശരങ്ങളും ഫാമിലിയുടെ കളിയാക്കലുകളും ഒക്കെ ഉയർന്നു വന്നു. അവളുടെ മൂഡ് പെട്ടെന്ന് മാറി. പൊക്കം കുറഞ്ഞ ഒരാളെ തന്റെ ലൈഫ് പാർട്ട്ണർ ആക്കുക, ബോയ് ഫ്രണ്ട് ആക്കുക എന്നത് അവൾക്കപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളാകെ കൺഫ്യൂസ്ഡായി നിലകൊള്ളുകയാണ്. അവളുടെ മൂഡ് മാറിയത് അലക്സാണ്ടർ തിരിച്ചറിഞ്ഞു. അലക്സാണ്ടർ പക്ഷേ അവളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. താൻ അവളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അലക്സാണ്ടറുടെ കണ്ണുകളിലെ പ്രണയം ഡയാന് മനസ്സിലാവുമായിരുന്നു. പ്രണയത്തിൽ മുങ്ങിയവൾ അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു ചുംബിച്ചു. മറ്റൊന്നും അവളുടെ ഉള്ളിലേക്ക് ആ നിമിഷം കടന്നു വന്നില്ല. അന്ന് രാത്രിയിൽ അവരൊന്നിച്ച് കിടക്ക പങ്കിട്ടു. പിറ്റേന്ന് പുലർച്ചെ ഡയാൻ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ അലക്സാണ്ടർ ജോലിക്കായി പോയി കഴിഞ്ഞിരുന്നു. പുറത്തേക്കിറങ്ങി അവളെയും കാത്ത് അലക്സാണ്ടറുടെ മകൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബെഞ്ചി എന്നായിരുന്നു മകന്റെ പേര്. അത്യാവശ്യം മുതിർന്നൊരു മകനാണ്. ബെഞ്ചി തന്നെ ഡയാന് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുത്തു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ബെഞ്ചിയുമായി ഡയാൻ സംസാരിച്ചു. ബെഞ്ചിയിൽ കൂടിയായിരുന്നു അലക്സാണ്ടറെ പറ്റി കൂടുതലായി ഡയാൻ മനസ്സിലാക്കിയത്. ഡയാൻ അത്രമേൽ ദയാലുവായ നല്ലൊരു മനുഷ്യനാണെന്ന് ഡയാൻ ചിന്തിച്ചതിനേക്കാൾ ഉപരി അദ്ദേഹം ദയാലുവായിരുന്നു. ബെഞ്ചി ഒരു കാര്യം പറഞ്ഞു. അലക്സാണ്ടറുടെ വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള സ്ത്രീ നാനി വളരെയധികം മടിപിടിച്ചൊരു സ്ത്രീയായിരുന്നു. കൃത്യമായി ജോലിയൊന്നും ചെയ്യില്ല. ബെഞ്ചി സഹികെട്ടൊരിക്കൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ അലക്സാണ്ടറിനോട് പറഞ്ഞു. പക്ഷേ അലക്സാണ്ടർ പറഞ്ഞത് അവരുടെ ഭർത്താവ് ഈ അടുത്ത് മരിച്ചുപോയുള്ളൂ, അതുകൊണ്ട് നീ കുറച്ചൊക്കെ അവർക്ക് വേണ്ടി ക്ഷമിക്കണം എന്ന മട്ടിലായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. എന്നിട്ടും അലക്സാണ്ടർ അവരോട് വളരെ വലിയ ദയ കാട്ടുകയാണ്. ലോകത്തോട് മുഴുവൻ തന്നെ അലക്സാണ്ടറിന് ദയയാണ്. എല്ലാവരോടും കാരുണ്യത്തോടുകൂടി മാത്രമേ അയാൾ ഇടപഴകാറുള്ളൂ. അന്ന് ബെഞ്ചിയോട് സംസാരിച്ചപ്പോ അലക്സാണ്ടർ എത്രമാത്രം നല്ലൊരു മനുഷ്യനാണ് എന്നവൾ തിരിച്ചറിഞ്ഞു. കാര്യം അദ്ദേഹം സമ്പന്നനാണ്, നല്ലൊരു മനസ്സിനുടമയാണ്, സത്യസന്ധനാണ്. നല്ലൊരു മനുഷ്യന് വേണ്ട എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പൊക്കക്കുറവുമുണ്ട്. ഡയാനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. തന്റെ ഉള്ളിലെ കൺഫ്യൂസ്ഡായ ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായി തന്റെ ബോയ് ഫ്രണ്ട് എന്ന് അംഗീകരിക്കാനോ ഫ്രണ്ട്സിനോ ജോലിസ്ഥലത്തെ മറ്റുള്ളവർക്കോ പരിചയപ്പെടുത്താനോ ഡയാന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം അലക്സാണ്ടറിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് അവൾക്ക് തോന്നി. ഡയാൻ വസ്ത്രം വാങ്ങാൻ മെൻ സ്റ്റോറിലെത്തി. പക്ഷേ അവിടുത്തെ ഏറ്റവും ചെറിയ സൈസ് പോലും അലക്സാണ്ടറിന് വലുതായിരുന്നു. ഏറ്റവും ഒടുവിൽ അലക്സാണ്ടറിന് വസ്ത്രം വാങ്ങാൻ ഡയാന് ചിൽഡ്രൻ സ്റ്റോറിലേക്ക് പോവേണ്ട വന്നു. അവിടുത്തെ സ്റ്റാഫ് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ വസ്ത്രം വാങ്ങുന്നത് എന്ന മട്ടിലൊക്കെ ചോദിച്ചു. തന്റെ മകന് വേണ്ടിയാണെന്ന് ഡയാൻ എന്ന കള്ളം പറയേണ്ടി വരികയാണ്. അത് പറയുമ്പോൾ ഡയാൻ ഒരു വല്ലായിക തോന്നിയിരുന്നു. എന്തായാലും ഡയാൻ എന്ന അലക്സാണ്ടറിന് താൻ വാങ്ങിയ വസ്ത്രം ഗിഫ്റ്റായി കൊടുത്തു. അലക്സാണ്ടറിന് അത്രമേൽ സന്തോഷം തോന്നി. വർഷങ്ങൾക്കിപ്പുറമായിരുന്നു അദ്ദേഹത്തിനൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഡയാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെ അലക്സാണ്ടർ കരുതി. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിലും ആശങ്കകൾ ഉണ്ടായിരുന്നു. താൻ ഡയാനെ തന്റെ കൊളീഗ്സിനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഡയാന്റെ സുഹൃത്തുക്കൾക്കോ കൊളീഗ്സിനോ ഒന്നും തന്നെ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഡയാന്റെ ഇടങ്ങളിലേക്ക് തന്നെ അധികം കൊണ്ടുപോകുന്നുമില്ല. അലക്സാണ്ടർ അതിനെപ്പറ്റി ഡയാനോട് ചോദിച്ചപ്പോ പെട്ടെന്ന് മറുപടി പറയാൻ അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, എന്റെ
മുൻഭർത്താവുമായി താൻ പിരിഞ്ഞല്ലോ. അന്ന് തൊട്ട് ഫ്രണ്ട്സുമായൊന്നും വലിയ അടുപ്പത്തിലല്ല. എടുത്തു പറയാൻ എനിക്കിപ്പോ അധികം ഫ്രണ്ട്സുമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാത്തത്. നിങ്ങൾക്ക് അങ്ങനെ ഇനി ആരെങ്കിലും മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ നമുക്ക് പോകാം. അലക്സാണ്ടറിന് സന്തോഷം തോന്നി. ഡയാൻ അവളുടെ ഫാമിലിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലോ. അതും ഔപചാരികമായി ക്ഷണിച്ചിട്ട് തന്നെ. അധികം വൈകാതെ ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നപ്പോ ഡയാൻ അലക്സാണ്ടറെയും തന്റെ കൂടെ കൂട്ടി. തന്റെ മകളുടെ കൂടെ വരുന്ന പൊക്കം കുറഞ്ഞ ആ ഒരു മനുഷ്യനെ ഡയാന്റെ അമ്മ കുറച്ച് അവജ്ഞയോടെയായിരുന്നു നോക്കിയത്. പ്രത്യേകിച്ചും അയാളായിരിക്കുമോ തന്റെ മകളുടെ പുതിയ ബോയ്ഫ്രണ്ട് എന്നൊരു ഭയം അവർക്കുള്ളിൽ തോന്നിയിരുന്നു. അലക്സാണ്ടറിന് തന്റെ പ്രശ്നങ്ങൾ സ്വയം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയാന്റെ പാരന്റ്സിനോട് വളരെ നൈസായി ഇടപഴകാൻ അലക്സാണ്ടർ പ്രത്യേകം ശ്രദ്ധിച്ചു. വൈകാതെ അവരുടെ പ്രീതിയടക്കം അദ്ദേഹം നേടിയെടുത്തു. പക്ഷെ അപ്പോഴും പല ബന്ധുക്കളും ഡയാന്റെ ബോയ്ഫ്രണ്ടിനെ പറ്റി പല രീതിയിലും അടക്കം പറയുന്നുണ്ടായിരുന്നു. ഡയാൻ അടുക്കൽ കളിയാക്കലുകൾ വരെയെത്തി. കൺഫ്യൂസ്ഡ് ആയിരുന്ന ഡയാനെയും അത് സാരമായി ബാധിച്ചു. ഒടുവിൽ അലക്സാണ്ടറോട് ആ കാര്യങ്ങൾ തുറന്നു പറയാനും അത് നമുക്കിടയിൽ പ്രശ്നമാവുമെന്ന് അലക്സാണ്ടറെ അറിയിച്ച് റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനും ഡയാൻ തീരുമാനിച്ചു. ഒക്കെ അലക്സാണ്ടറോട് തുറന്നു പറഞ്ഞപ്പോൾ അലക്സാണ്ടർ വല്ലാതെ ദുഃഖിതനായി കാണപ്പെട്ടിരുന്നു. അലക്സാണ്ടറിനൊരു ചുംബനം നൽകി അവനെ ആശ്വസിപ്പിക്കാൻ ഡയാൻ ശ്രമിച്ചു. അതാണ് അവസാനം എന്ന് അലക്സാണ്ടറിന് അറിയാമായിരുന്നു. മുമ്പോട്ട് പോയാലും അവർക്കിടയിലെ പൊക്കത്തിന്റെ പ്രശ്നം അത് നിലകൊണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളെ പിക്ക് ചെയ്യാൻ, അവളെ നേരിട്ട് മീറ്റ് ചെയ്യാൻ അലക്സാണ്ടർ വീണ്ടും ഡയാന്റെ ഓഫീസിലെത്തി. അതിനോടകം അലക്സാണ്ടറെ പറ്റിയുള്ള വിവരങ്ങൾ ഡയാന്റെ എക്സ് ഹസ്ബൻഡും ഫ്രണ്ട്സുമൊക്കെ അറിഞ്ഞിരുന്നു. പൊക്കം കുറഞ്ഞ അലക്സാണ്ടർ അവിടെ ഇരിക്കുന്നത് അറിയാതെ അകത്തേക്ക് കടന്നു വന്ന അയാൾ അലക്സാണ്ടറെ പറ്റി കളിയാക്കുകയും അപമാനിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അലക്സാണ്ടറെ നേരിട്ട് കണ്ടതും അവരുടെയൊക്കെ ഭാവം മാറി. അലക്സാണ്ടറെ അവർ സ്വാഗതം ചെയ്തു. മനസ്സിൽ അലക്സാണ്ടറോട് വിരോധമാണുള്ളതെങ്കിലും എല്ലാവരും അലക്സാണ്ടറോട് നല്ല രീതിയിൽ ഇടപഴകുന്നതായി അഭിനയിച്ചു. അങ്ങനെയൊക്കെയാണെങ്കിലും അലക്സാണ്ടറും ഡയാനും റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുമോ എന്നറിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഫ്രണ്ട്സായി അവർ വീണ്ടും മുമ്പോട്ട് പോയി. ഒരു ദിവസം ബീച്ച് സൈഡിൽ അവർ പിക്നിക്കിനായി പോയി. അവിടെ വെച്ച് ഡയാൻ അലക്സാണ്ടറിന് വസ്ത്രം വാങ്ങിയിരുന്നല്ലോ. ആ സ്റ്റോറിലെ സ്ത്രീയെ കാണുകയാണ്. അന്ന് മേടിച്ച വസ്ത്രം മോന് പാകമായിരുന്നു. അവർ അവളോട് ചോദിച്ചു. ആ സ്ത്രീക്കൊപ്പം അതേ വസ്ത്രം ധരിച്ച് അവരുടെ മകനുമുണ്ടായിരുന്നു. എന്ത് മറുപടി പറയണം എന്നറിയാതെ ഒരു നിമിഷം അവൾ ശങ്കിച്ചു നിന്നു. ആ സമയമായിരുന്നു ഐസ്ക്രീം വാങ്ങാൻ പോയ അലക്സാണ്ടർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അലക്സാണ്ടർ ധരിച്ച വസ്ത്രം കണ്ടതും ആ സ്ത്രീക്ക് കാര്യം പിടികിട്ടി. തന്റെ എതിരെ നിന്ന പയ്യനും താൻ ധരിച്ച അതേ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടതും അലക്സാണ്ടറിനുമൊക്കെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. തങ്ങൾക്കിടയിലെ ഹൈറ്റ് പ്രശ്നം വലിയ വിഷയത്തിലേക്ക് പോകും എന്ന് അലക്സാണ്ടർ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നതാണ്. അത് വീണ്ടും വീണ്ടും അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതേ പൊക്കത്തിന്റെ പേരിലായിരുന്നു മുൻ ഭാര്യ അദ്ദേഹത്തെ ഇട്ടിട്ട് പോയത്. അതിപ്പോൾ ഡയാനിലേക്കും കടന്നു വരികയാണ്. മനസ്സിന് വിശാലതയുള്ള ഒരു സ്ത്രീയാണ് ഡയാൻ. തന്നെ ഉൾക്കൊള്ളാൻ പറ്റും എന്നൊക്കെ അലക്സാണ്ടർ ചിന്തിച്ചിരുന്നു. പക്ഷെ ഡയാനും ഏതൊരു സാധാരണ സ്ത്രീയെയും പോലെയാണ്. തന്റെ പൊക്കം അവൾക്കും പ്രശ്നമാണ് എന്ന് അലക്സാണ്ടർ പൂർണ്ണമായി മനസ്സിലാക്കി തുടങ്ങി. താൻ കാരണം ഡയാൻ വിഷമിക്കണം എന്ന് അലക്സാണ്ടറിന് ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഡയാനോട് നമുക്ക് പൂർണ്ണമായി ബ്രേക്കപ്പ് ചെയ്യാം എന്ന് അലക്സാണ്ടർ തന്നെ പറഞ്ഞു. ഡയാനും അത് വേണ്ടെന്ന് പറഞ്ഞില്ല. എല്ലായ്പ്പോഴും ഡയാന്റെ മനസ്സിൽ ആ പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം. രണ്ടുപേരും പൂർണ്ണമായി രണ്ടു വഴിക്ക് പിരിഞ്ഞു. പക്ഷെ ആ പിരിയലോടെ ഇരുവരുടെയും മനസ്സിലെ പ്രണയം വീണ്ടും പൊന്തിവരാൻ തുടങ്ങി. പിരിഞ്ഞപ്പോഴായിരുന്നു പരസ്പരം അവർ തങ്ങൾക്ക് എത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു എന്നിരുവരും തിരിച്ചറിയുന്നത്. ആ ബ്രേക്കപ്പ് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അലക്സാണ്ടർ ഓരോ ദിവസവും കൂടുതൽ ഫ്രസ്ട്രേഷനിലായി. ദേഷ്യം വർദ്ധിച്ചു വന്നു. പഴയ പോലെ അല്ലാതെ എല്ലാവരോടും എല്ലാ കാര്യത്തിനും ദേഷ്യപ്പെടാനും ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ആരംഭിച്ചു. ബെഞ്ചിയും അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഒട്ടും ദേഷ്യപ്പെടാത്ത നാനിക്കടുത്ത് പോലും അലക്സാണ്ടർ വല്ലാതെ ദേഷ്യപ്പെട്ടു തുടങ്ങി. കാര്യം എന്തു തന്നെയാണെങ്കിലും ബെഞ്ചിക്ക് തന്റെ അച്ഛനെ മനസ്സിലാവുമായിരുന്നു. അച്ഛനെ അവൻ ചേർത്തു പിടിച്ചു, ആശ്വസിപ്പിച്ചു. അച്ഛനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്നവൻ അച്ഛനോട് പറഞ്ഞു. മറുവശത്ത് ഡയാനും അലക്സാണ്ടറെ പറ്റി ആലോചിച്ച് കൂടുതൽ വിഷമിക്കുന്നുണ്ടായിരുന്നു. അലക്സാണ്ടറോട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും സമൂഹത്തിലെ പല പ്രശ്നങ്ങളും ഓർത്തിട്ടായിരുന്നു അവൾ അങ്ങനെ അകന്നു നിന്നത്, കൺഫ്യൂസ്ഡ് ആയത്. ഒടുവിൽ ഒരു ദിവസം അലക്സാണ്ടറെ ചെന്ന് കാണാൻ അവൾ തീരുമാനിച്ചു. അതിനായി അലക്സാണ്ടറുടെ വീട്ടിലേക്ക് അവൾ പോയി. ബെഞ്ച് പക്ഷേ അവളെ തടഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റും ഉറപ്പില്ലാത്ത മനസ്സും ആളുകളെ നോക്കലും ഒക്കെയുണ്ട്. അതൊക്കെ വെച്ച് വീണ്ടും അച്ഛന്റെ ലൈഫിലേക്ക് ചെന്ന്
അച്ഛനെ വീണ്ടും വിഷമിപ്പിക്കരുത്, ബെഞ്ചി തീർത്തു പറഞ്ഞു. ദുഃഖത്തോടെ ഡയാൻ അന്ന് അവിടെ നിന്ന് തിരികെ പോരേണ്ടി വന്നു. ഡയാൻ അന്ന് തന്റെ ഒരു സുഹൃത്തിനടുത്തെത്തി ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു. പക്ഷേ ഡയാനെ അതിശയപ്പെടുത്തിക്കൊണ്ട് ആ ലേഡി കുറ്റം പറഞ്ഞത് ഡയാനെ തന്നെയായിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലവാരം താഴ്ന്നുപോയത് ഡയാന്റെ തന്നെയാണ് എന്നവർ കൃത്യമായി പറഞ്ഞു. അലക്സാണ്ടർ എന്ത് നല്ല മനുഷ്യനാണെന്നും പൊക്കക്കുറവ് ഒന്നുകൊണ്ട് മാത്രം അയാളെ നീ മാറ്റി നിർത്തിയത് ശരിയായില്ല, അയാളോട് ബ്രേക്കപ്പ് വേണമെന്ന് പറഞ്ഞത് ശരിയായില്ല എന്നായിരുന്നു ഫ്രണ്ട് പറഞ്ഞത്. പ്രണയം ഒരിക്കലും പൊക്കമോ മറ്റോ വെച്ച് അളക്കപ്പെടേണ്ട ഒന്നല്ലെന്നും രണ്ട് മനസ്സുകൾ തമ്മിൽ ചേരുമ്പോൾ നിർവൃതിയുണ്ടാകുന്ന ഒന്നാണ്, സംതൃപ്തി നൽകുന്ന ഒന്നാണ് എന്ന ഫ്രണ്ട് അവളോട് പറഞ്ഞു. മറ്റുള്ളവർ എന്തു പറയുന്നു, എന്ത് കാണുന്നു എന്നതൊക്കെ നോക്കി ജീവിച്ചാൽ നിനക്ക് നിന്റെ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്നും എപ്പോഴും നിന്റെ മനസ്സെന്താണ് പറയുന്നത് അത് നോക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ആ ഫ്രണ്ട് ആവശ്യപ്പെട്ടു. ഫ്രണ്ടിന്റെ ആ ക്ലാസ്സിൽ നിന്നും ആ ഉപദേശത്തിൽ നിന്നും എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഡയാന് പെട്ടെന്ന് സാധിച്ചു. തെറ്റുകൾ അവൾ തിരിച്ചറിഞ്ഞു. തന്റെ ഉള്ളിലെ പേടികളൊക്കെ മാറ്റിക്കൊണ്ട് അലക്സാണ്ടറിന് മുമ്പിലെത്തണം എന്നവൾ തീരുമാനിച്ചിരുന്നു. വ്യത്യസ്തമായൊരു വഴിയും അവൾ അതിനെ കണ്ടെടുത്തു. അവൾ ഒരു സ്കൈ ഡൈവിംഗ് ബുക്ക് ചെയ്തു. അലക്സാണ്ടറുടെ ജോലി നടക്കുന്ന ബിൽഡിംഗിന്റെ ഭാഗത്തേക്ക് അവൾ വിമാനത്തിലെത്തി. ഭയമുള്ള സ്കൈ ഡൈവിംഗ് അവളൊന്ന് ഒറ്റയ്ക്ക് ചെയ്തു. അലക്സാണ്ടറിന് മുമ്പിലേക്ക് വന്നു. അവൾ അലക്സാണ്ടറോട് പറഞ്ഞു, എന്റെ ഉള്ളിലെ പേടികളെയൊക്കെ ഞാനിപ്പോൾ അതിജീവിച്ചു. ഉയരം കൂടുന്നതിനെയോ ആളുകൾ എന്തെങ്കിലും പറയുന്നതിനെയോ ഒന്നും തന്നെ എനിക്കിപ്പോൾ ഭയമില്ല. എനിക്കാകെ വേണ്ടത് നിങ്ങളോടുകൂടെ ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ആ വരവും മനസ്സ് തുറന്നുള്ള ആ തുറന്നു പറച്ചിലും അലക്സാണ്ടറിന്റെ ഉള്ളിൽ തൊട്ടു. ഡയാൻ ഇങ്ങനെയെത്തി അവളുടെ ഫീലിംഗ്സ് തന്നോട് ഇപ്രകാരം തുറന്നു പറയും എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നതേയല്ല. ഉള്ളിൽ അലക്സാണ്ടറിന് പല സംശയങ്ങളും ബാക്കി നിന്നിരുന്നു. എന്നിരുന്നാലും പ്രണയം എല്ലാത്തിനെയും അതിജീവിക്കും, പ്രണയത്തിന് മാത്രമായി ഒരവസരം നൽകി നോക്കണം എന്ന് അലക്സാണ്ടർ തീരുമാനിച്ചു. അവർ ആലിംഗനം ചെയ്തു, പരസ്പരം ചുംബിച്ചു. അവർ ഒന്നുചേരുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലെ പൊക്കക്കുറവുള്ള ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ? സമൂഹത്തിന്റെ ചിന്തകളെപ്പറ്റി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതികളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.